ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് അതിഥികളൊക്കെ ഇതാക്കുന്ന പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 30-ാം തീയതി ഒരു കോഴി വിരിഞ്ഞിറങ്ങാനുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കോഴിമുട്ടയാട്ടോ ഈ ഒരു കോഴിമുട്ട. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മളെ അകത്തുനിന്ന് ഇതേപോലെ ഒച്ച കേട്ടിട്ടാട്ടോ വന്ന് കോഴിക്കുഞ്ഞ് കരയുന്നത്. അപ്പോൾ ഒരു 2-3 കോഴിമുട്ടയിലൊക്കെ കൊത്ത് വീണിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 9 കോഴിമുട്ടയാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ബാക്കിയുള്ള 9 കോഴിമുട്ട ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ 12 എണ്ണം ഉണ്ട്. വേറെ കോഴികൾ വന്നിട്ട് മുട്ടയിട്ടിടാട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞായതുകൊണ്ട് ഞാൻ ഇപ്പം നമ്മൾ വേറെ കോഴിക്ക് അട വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എന്തായാലും 2 കോഴിമുട്ടയിൽ കുഞ്ഞ് ഇല്ലായിരുന്നു. കുഞ്ഞുണ്ട്, അത് കോഴിമുട്ട തന്നെ നിന്ന് ചത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് ഞാൻ ഒഴിവാക്കി. പിന്നെ നമ്മൾ വേറെ കോഴിക്ക് 2 കോഴിമുട്ട 3 കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിൽ 6 കോഴിക്കുഞ്ഞാട്ടെ വിരിഞ്ഞത്. അപ്പോൾ പിറ്റേന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളെ കോഴി പൊന്തിച്ച് നോക്കുമ്പോൾ 2-3 കോഴിമുട്ടയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശല്യം ചെയ്യാൻ നിന്നില്ല. അപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാക്കുന്ന നമ്മളെ ഒരു കോഴിമുട്ട കൊത്ത് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിരിയല്ലോ എന്ന് വിരിഞ്ഞ് കുഞ്ഞ് പുറത്ത് വരില്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് അത് ചത്തുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് വരുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ചത്തുപോയതിനെ കൊണ്ട് അതും വേസ്റ്റായി. നമ്മളെ നല്ലൊരു ഉഷാറുള്ളൊരു കോഴിക്കുഞ്ഞ് തന്നെയായിരുന്നു. പക്ഷെ എനിക്കത് പുറത്തേക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് കൊത്തൊക്കെ വീണതായിരുന്നു. നമ്മൾ പൊളിച്ചു കൊടുക്കാനൊന്നും നിന്നില്ല. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ആ കുഞ്ഞ് ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വേറൊരു കോഴിമുട്ട അതേപോലെ തന്നെ കൊത്ത് വീണപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെയും കൂടി കൊല്ലണ്ടല്ലോ. അപ്പം ഞാൻ അതിൻ്റെ കോഴിമുട്ടേൻ്റെ പകുതി തൊലിയൊക്കെ ഞാൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 9 കോഴിമുട്ട വെച്ചാൽ ഇപ്പോൾ 6 എണ്ണമാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. പിന്നെ ഇതാ കണ്ടില്ലേ, ഞാൻ ഒരു ചൂട് തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷെ രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടി. 6 കോഴിക്കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. പിന്നെ നമ്മളെ ഇവിടെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു കോഴിയാട്ടോ നമ്മളെ അട വെച്ച് കൊടുത്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കോഴിക്കുഞ്ഞാട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ഒരു കോഴിക്കുഞ്ഞും കൂടി കൊത്ത് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് കുറച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ളതിൽ ഞാൻ കുറച്ചൊന്ന് അതിൻ്റെ കോഴിമുട്ടയുടെ ഷെല്ലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഴിൻ്റെ ഒരു അടിയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്, ചൂട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ മറ്റേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. നല്ല രോമൊക്കെ ഉണങ്ങി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എണീച്ച് നടക്കുന്ന ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ആ ഒരു ലാസ്റ്റ് പൊളിച്ച കോഴിമുട്ട ഞാൻ ഇവളെ പള്ളയുടെ അടിയിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കോഴിമുട്ടയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവൾ നല്ല ഉഷാറായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ഉഷാറ് കുറവുണ്ട്. എന്തായാലും നമുക്ക് 2 ദിവസം കൊണ്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കോഴിമുട്ട പൊട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ചില കോഴിക്കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം പോലത്തെ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്ന അവർ കോഴിമുട്ട പൊട്ടിച്ച് വരണം എന്നുള്ള ഒരു ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നായല്ല ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടോയെന്നില്ല. പക്ഷെ ഞാൻ കോഴിമുട്ട തോട് മൊത്തത്തിൽ നമ്മൾ പൊട്ടിച്ചിട്ടില്ല. ഒരു പൊക്കിൾക്കൊടിൻ്റെ ആ ഒരു ഭാഗം വരെ പൊട്ടിച്ചു, അത്രയും പൊട്ടിച്ചിട്ടില്ല ഞാൻ. അപ്പം എന്തായാലും ഉഷാറ് കുറവുണ്ട്. എന്തായാലും നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി 5 കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവളെ പള്ളൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. മറ്റവർ ഇങ്ങനെ എണീച്ചിങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ താവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവക്ക് വെച്ച് കൊടുത്താണ്. പിന്നെ നമ്മളെ ആദ്യം വിരിഞ്ഞൊരു കോഴിക്കുഞ്ഞുണ്ടല്ലോ, തൂങ്ങാൻ പിടിച്ച ആ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കാണിച്ചേട്ടാ, അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ പച്ചമരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരോട് പറയാണ്. ഇപ്പം നല്ല മഴയാണ് പുറത്തേക്ക്, അതുകൊണ്ടാട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞിൻ്റെ വായിൽ വരണ്ട ഒരു. അപ്പം ഞാൻ മരുന്നൊക്കെ അത്രയും കൊടുക്കുന്ന കണ്ടിട്ട് അത്ര കൊടുക്കാവോ, ചത്തുപോയില്ലേ അസുഖം അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴിക്കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, നമ്മളുടെ വലൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്തൊരു ദിവസം ഞാൻ ഇടുമ്പോൾ ഞാൻ അവരെ കാണിക്കാം കേട്ടോ. നമ്മളെ ആ കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യം വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ.
എന്തായാലും നമ്മളെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാക്കുന്ന 5 കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നല്ല ഉഷാറായിട്ടുള്ളത്. പിന്നെ ഒരു കോഴിക്കുഞ്ഞിനെ നമുക്ക് നോക്കാം, നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മളെ ആ ഒരു കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി കാണിക്കാം, പച്ചമരുന്ന് കൊടുത്തതും അതേപോലെ വേറെ വായിലുണ്ടായിരുന്ന ആ കോഴിക്കുഞ്ഞിലെ അതിനെയും കൂടി ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സേഫാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.